ഹായ് ഗായ്സ്, ഞാൻ അപ്പിലു. 5 മാസത്തിന് ശേഷം കോളേജിൽ പോവാണ്. ഒരുപാട് പേര് കാണാനുണ്ട്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സത്യം പറഞ്ഞ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റേതായ കേടുപാടുകളൊക്കെ ഉണ്ടാവും. എന്നെ കുറെ ദിവസങ്ങളായി വേദനിപ്പിച്ച ഒരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ എന്തായാലും ചെയ്യും. അപ്പൊ അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് എന്റെ കോളേജാണ് തോന്നി. സ്റ്റുഡൻസിൽ നിന്ന് തന്നെ തുടങ്ങി. ആരാണ് മിഹർ? നമ്മളെ മിഹറിന്റെ കേസിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും അറിയോ? മിഹർ ഒരു 15 വയസ്സുകാരൻ സൂസൈഡ് ചെയ്തത് റാഗിങ് കാരണം കൊണ്ട്. കേരളവർമ്മ കോളേജ് അല്ല. മിഹറിനെ കുറിച്ചിട്ട് അറിയോ? അറിയാം, ഇന്റർവ്യൂ ചെയ്യണം. ഒന്നുമില്ല, നമ്മളെ മറ്റേ മിഹറിന്റെ കേസിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? മിഹർ എന്നുള്ളൊരു കുട്ടിനെ കുറിച്ചുള്ള ഒരു കേസിനെ കുറിച്ച് അറിയോ? മിഹർ കേട്ടിട്ടില്ല. ചാടി മരിച്ചത് റാഗിങ്ങിന്റെ കാരണത്താൽ. അറിയില്ല, കേട്ടിട്ടില്ല അല്ലേ? മിഹറിന്റെ കേസിനെ കുറിച്ച് അറിയോ? അറിയാം. മറ്റേ റാഗിങ്ങില് മരിച്ചുപോയ പയ്യനല്ലേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ അതിൽ അവരുടെ ചാറ്റൊക്കെ ലീക്ക് ആയാലും കൂടുതലും വെസ്റ്റേൺ ആയിട്ടുള്ള മറ്റേ എന്താ പറയുക, ഒരു റേസിസം അങ്ങനത്തെ ടോക്കൊക്കെ ആയിരുന്നു. അത് ഭയങ്കര മോശമാണ്, വേണ്ടതാണ് ശരിക്കും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനോടും പണം എന്നുള്ളൊരു സംഭവം നിൽക്കുന്നുണ്ട്. പണം കൊണ്ട് അവർ അതിനെ ഇതാക്കിയെന്നാണ് കരുതുന്നത്. കാരണം ഇപ്പോൾ കേസ് കൊടുത്ത മിഹിറിന്റെ പാരന്റ്സ് കേസ് കൊടുത്തതും കൂടി അവരുടെ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്താണെന്നുള്ള രീതിയിൽ വരെ ആക്കി തീർത്തു. അപ്പോൾ അത് ഭയങ്കര മോശമാണ്. കാരണം എന്തായാലും നിയമത്തിനുള്ളിൽ വരണം. അവർ എന്തായാലും ജുവനൈൽ ഹോം ഒക്കെ ഉണ്ടല്ലോ, അവർ കുറച്ച് നേരം അവിടെ കിടക്കട്ടെ, എന്നാലേ പഠിക്കുള്ളൂ. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി, ഒരുപാട് പേർക്ക് ഇതിനെ കുറിച്ച് ഇപ്പോഴും ഒന്നും അറിയില്ല. ചുരുക്കി പറഞ്ഞ കൊച്ചിയിലെ പേര് കേട്ട ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന 15 വയസ്സുള്ള മിഹർ സീനിയേഴ്സിന്റെ അതികഠിനമായ റാഗിംഗ് മൂലം ശാരീരികമായും മാനസികമായും ഒരു മരണത്തിലേക്ക് എത്തിച്ചു. അവൻ താമസിക്കുന്ന 26ാം നിലയിൽ നിന്നും ചാടി ജീവനെടുത്തു. സ്റ്റുഡൻസ് എന്ന് വിളിക്കാൻ പറ്റാത്ത ക്രിമിനൽസ് എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒരുപാട് പേരിലേക്ക് ഈ കാര്യം എത്തിക്കാനും സാധിക്കട്ടെ. അതിന്റെ മുഴുവൻ കാര്യങ്ങളും മിഹറിന്റെ മാതാവ് ഈ കാണുന്ന അക്കൗണ്ട് വഴി തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. എന്റെ ഈ തുക്കളാച്ചി വീഡിയോ വഴി ഇതൊന്നും നടപടി ആവൂലെന്നും അറിയാം. കാരണം ഇവിടെ പണമുള്ളവൻ എന്തും ചെയ്യാം. എന്നിരുന്നാലും നീതിക്ക് പിന്നാലെ ഞാൻ ഇറങ്ങി. ഇനിയിപ്പോ ഫിസിക്കലി ആണെങ്കിലും ഞാൻ റെഡിയാണ്. എന്റെ പിന്നിൽ നിങ്ങൾ ഉണ്ടായാൽ മതി. അപ്പൊ സലാം.